ഇത് ഒരു സാധാരണ ഘടികാരമല്ല. ഇത് ഭൂമിയിലെ ഏറ്റവും കൃത്യമായ ക്ലോക്ക്. എന്നാൽ ഞാനിതൊരു റോക്കറ്റിൽ വെച്ച് ബഹിരാകാശത്തേക്ക് അയച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയോ? ഈ ക്ലോക്ക് മന്ദഗതിയിലാകും. ഒരു സെക്കൻഡിന്റെ അതിസൂക്ഷ്മമായ ഭാഗം മാത്രമാണെങ്കിലും. ആ സമയം നിങ്ങൾക്കായി ഞാനിവിടെ നിർത്തുന്നു. എടോ, നിനക്ക് ഭ്രാന്താണോ? സമയത്തിനെങ്ങനെ വേഗം കുറയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഐൻസ്റ്റീന്റെ തലച്ചോറിനുള്ളിലേക്കൊരു യാത്ര. കാരണം ബഹിരാകാശത്ത് സമയം അക്ഷരാർത്ഥത്തിൽ വലിഞ്ഞു നീളുന്നു. നിങ്ങൾ ഇന്ന് രാവിലെ ഓഫീസിൽ പോകാൻ ഗൂഗിൾ മാപ്സ് തുറന്നു. 5 മിനിറ്റെന്ന് കാണിച്ചു. ആ 5 മിനിറ്റ് കൃത്യമായി അവസാനിക്കുന്നു. എങ്ങനെ? ഉത്തരം 31 ഉപഗ്രഹങ്ങൾ. ഇവ ഒരു സെക്കൻഡിന്റെ 1 ബില്യണിൽ 1 ഭാഗം കൃത്യതയോടെ സമയമളക്കുന്നു. എന്നാൽ ഇവിടെയാണ് കുഴപ്പം. ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 20,000 കിലോമീറ്റർ മുകളിലാണ്. ഗുരുത്വാകർഷണം കുറവാണ്. ഐൻസ്റ്റീന്റെ സിദ്ധാന്തം പറയുന്നു, ഗുരുത്വാകർഷണം കുറവുള്ള സ്ഥലത്ത് സമയം വേഗത്തിൽ പോകും. അതായത് ഉപഗ്രഹത്തിലെ ക്ലോക്ക് ഭൂമിയിലെ ക്ലോക്കിനെ അപേക്ഷിച്ച് ഒരു ദിവസം 38 മൈക്രോസെക്കൻഡ് വേഗത്തിൽ പോകും. 38 മൈക്രോസെക്കൻഡ് എന്നത് വളരെ ചെറുതാണ്. പക്ഷേ നിങ്ങളത് ശരിയാക്കിയില്ലെങ്കിലോ? 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ GPS 11 കിലോമീറ്റർ തെറ്റു പറയും. നിങ്ങൾ കോഴിക്കോട് പോകാൻ വിചാരിച്ചാൽ അറബിക്കടലിലെത്തും. ഇത് സിദ്ധാന്തമല്ല, ഇത് എഞ്ചിനീയറിംഗ് ആണ്. ഓരോ ഉപഗ്രഹത്തിനും ഒരു റിലേറ്റിവിസ്റ്റിക് കറക്ഷനുണ്ട്. ഞങ്ങൾ ഐൻസ്റ്റീനെ കൊണ്ട് ആ ക്ലോക്കുകളെ സ്ലോ ആക്കുന്നു. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾ ചിന്തിക്കുക. സമയം ഒരു നദിയാണ്. എല്ലായ്പ്പോഴും ഒരേ വേഗത്തിൽ ഒഴുകുന്നു. തെറ്റ്. ഐൻസ്റ്റീൻ പറഞ്ഞു, ഗുരുത്വാകർഷണം ഒരു ബലമല്ല, അത് സ്പേസ് ടൈമിന്റെ വളവാണ്. ഭൂമി പോലുള്ള ഒരു വസ്തു സ്പേസ് ടൈം എന്ന തുണിയെ താഴോട്ട് വളച്ചിടുന്നു. ഈ വളവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ വളവിൽ തുണിയുടെ പരന്ന ഭാഗത്തേക്കാൾ സമയം പതുക്കെ ഒഴുകുന്നു. അതായത് നിങ്ങൾ സമുദ്രനിരപ്പിൽ നിൽക്കുമ്പോൾ എവറസ്റ്റ് കൊടുമുടിയിൽ നിൽക്കുന്നയാളേക്കാൾ പ്രായം കുറച്ച് വേഗത്തിൽ കൂടുന്നു. അപ്പോൾ ഞാൻ മലയോരത്തേക്ക് ഷിഫ്റ്റായാൽ ഞാൻ ചിരപ്രജ്ഞനാകുമോ? ഇല്ല. വ്യത്യാസം അത്ര നിസ്സാരമാണ്, നിങ്ങളത് അനുഭവിക്കില്ല. പക്ഷേ ഇവിടെയാണ് ത്രില്ലർ ഭാഗം. ഒരു ബ്ലാക്ക് ഹോളിനടുത്തേക്ക് പോയി നിൽക്കൂ. ഗുരുത്വാകർഷണം അത്ര ശക്തമാണ്. സ്പേസ് ടൈം തകർന്നു. അവിടെ സമയം ഏതാണ്ട് നിൽക്കുന്നു. നിങ്ങൾ 1 മണിക്കൂർ അവിടെ ചിലവഴിച്ചാൽ ഭൂമിയിൽ 10 വർഷം കഴിഞ്ഞിരിക്കും. ഇതാണ് ഇന്റർസ്റ്റെല്ലാർ സിനിമയിലെ സത്യം. മില്ലർ എന്ന ഗ്രഹത്തിൽ 1 മണിക്കൂർ = 7 വർഷം. നിങ്ങൾ കരയുന്നതിനിടയിൽ നിങ്ങളുടെ കുട്ടികൾ വളർന്ന് വയസ്സായി പോകും. എന്നാൽ ഗുരുത്വാകർഷണം മാത്രമല്ല കാരണം. വേഗതയും സമയത്തെ മന്ദഗതിയിലാക്കും. ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി. നിങ്ങൾ എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നുവോ അത്രയും സമയം മന്ദഗതിയിലാകും. ചിന്തിക്കുക, നിങ്ങളൊരു ട്രെയിനിൽ ബോൾ വലിച്ചെറിയുന്നു. ട്രെയിനിനുള്ളിലിരിക്കുന്ന നിങ്ങൾക്ക് ബോൾ നേരെ മുകളിലേക്കും താഴേക്കും പോകുന്നതായി തോന്നും. പുറത്തു നിൽക്കുന്നയാൾക്ക് ബോൾ ഒരു വി ആകൃതിയിൽ സഞ്ചരിക്കുന്നതായി കാണും. അതിന് കൂടുതൽ ദൂരം പോകേണ്ടി വന്നു. സമയവും അതുപോലെ തന്നെ. വെളിച്ചത്തിന്റെ വേഗത സ്ഥിരമാണ്. നിങ്ങൾ വേഗത്തിൽ പോകുമ്പോൾ സ്പേസിൽ കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സമയത്തിന് വളയണം. അതായത് നിങ്ങളുടെ ക്ലോക്ക് ടിക്ക് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കും. നിങ്ങൾ 99.999% വെളിച്ചത്തിന്റെ വേഗത്തിൽ യാത്ര ചെയ്യുന്ന ഒരു ബഹിരാകാശ പേടകത്തിലാണെങ്കിൽ 10 വർഷം യാത്ര കഴിയുമ്പോൾ ഭൂമിയിൽ 10,000 വർഷം കഴിഞ്ഞിരിക്കും. നിങ്ങൾ തിരിച്ചുവരുമ്പോൾ നിങ്ങളുടെ കൊച്ചുമക്കളൊന്നുമുണ്ടാവില്ല. പുതിയ നാഗരികതയായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ മനസ്സിലായോ? ഇന്റർസ്റ്റെല്ലാർ അവസാനത്തിൽ കൂപ്പർ തന്റെ മകൾ മർഫിയെ കാണുമ്പോൾ അവൾ വയസ്സായി കിടക്കുന്നു. അവൻ ഇപ്പോഴും യുവാവ്. ഇത് കേവലം കരച്ചിൽ സീനല്ല, ഇത് കൃത്യമായ ശാസ്ത്രമാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ വീഡിയോ കാണുന്നു. നിങ്ങളുടെ മുകളിൽ ISSലുള്ള ആസ്ട്രോനോട്ട് നിങ്ങളെക്കാൾ 0.007 സെക്കൻഡ് യങ് ആയിരിക്കും. നിങ്ങൾ ഓഫീസിൽ വെറുതെ ഇരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഓടുന്നത് നിങ്ങളെ സ്ലോ ആയി വാർദ്ധക്യം പ്രാപിക്കാൻ സഹായിക്കും. ശാസ്ത്രം പറയുന്നു, അധ്വാനിക്കുന്നവൻ കൂടുതൽ കാലം ജീവിക്കും, ആപേക്ഷികമായി. ഇത്രയും രഹസ്യങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ആ കാര്യമേതാണ്? GPS-ലെ തെറ്റോ അതോ ബ്ലാക്ക് ഹോളിന്റെ ടൈം ഫ്രീസോ? കമന്റിലെഴുതൂ. സമയം ഒരു മിഥ്യയാണെന്ന് ഐൻസ്റ്റീൻ പറഞ്ഞോ? അത് അടുത്ത വീഡിയോയിൽ. അതുവരെ ഓർക്കുക,
ഗുരുത്വാകർഷണം കൂടുന്തോറും സമയം കുറയും. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടുതൽ സമയം പാഴാക്കരുത്. ഇപ്പോൾ തന്നെ ചെയ്യൂ.